ഏതായാലും CPM-നെ സംബന്ധിച്ചിടത്തോളം ഇത് എന്താ പറയുക, വലിയ പ്രതിസന്ധിയിലൂടെയാണ് CPIM കേരളത്തിൽ മുന്നോട്ട് പോകുന്നത്. കാരണം ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെ CPIM-നെ ശക്തമായി നേരിടണമെങ്കിൽ ഇപ്പോഴത്തെ നിലയിൽ മുന്നോട്ട് പോയാൽ അത് സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് തിരുത്തൽ വേണം, ചില എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ മാറ്റിയേ തീരൂ എന്ന് ജനങ്ങൾ, പാർട്ടി അണികൾ പറയുന്നത്, പ്രവർത്തകർ പറയുന്നത്, ആ നിലയിലൊക്കെ തന്നെ ചർച്ചകൾ ഉയർന്നു വരുന്നത്. അപ്പോൾ നിങ്ങൾ തുറന്നു പറയൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആളുകൾ, അല്ലെങ്കിൽ പാർട്ടി അണികൾ, പാർട്ടിയിലെ കീഴ്ഘടകങ്ങളിലുള്ള നേതാക്കളൊക്കെ തന്നെ ശക്തമായ ഭാഷയിൽ വിമർശനം ഉന്നയിക്കുന്നത്. നിങ്ങൾ തുറന്നു പറയൂ എന്ന് ആവശ്യപ്പെട്ടതുകൊണ്ടാണ്. അപ്പോൾ അവർ തുറന്നു പറയുമ്പോൾ അതിനനുസരിച്ചുള്ള തിരുത്തലുകൾ ഉണ്ടായില്ല എങ്കിൽ അത് CPM-നെ സംബന്ധിച്ച് ഉണ്ടാക്കാൻ പോകുന്നത് വലിയ പ്രത്യാഘാതം തന്നെയായിരിക്കും. അല്ല സുനിൽ സാറേ, ഇപ്പം മാർക്കിട്ട് വെച്ചിട്ട് പരീക്ഷ എഴുതാൻ പറയുന്നത് പോലെയാണ് ഈ ചോദ്യപേപ്പർ കൊടുത്തിരിക്കുന്നത്. അതിലെങ്ങനെയാണ് നേതൃത്വം എന്തു തിരുത്തണം എന്നൊരു ചോദ്യമില്ലാതെ എങ്ങനെയാണ് തിരുത്തൽ സാധ്യമാവുക? ശരിയാണ്. അതായത് നേതൃത്വത്തെ വിമർശനമുണ്ട്. പക്ഷേ തീർച്ചയായും ആ ചോദ്യത്തിനപ്പുറത്ത് ആളുകൾക്ക് അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായും ആ വിമർശനങ്ങൾ ഉണ്ടാകും, ആ വിമർശനങ്ങൾ ഉൾക്കൊള്ളണം എന്നുള്ളതാണ്.